തൃശൂർ പാറമേക്കാവ് കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്ത ശേഷം സുരേഷ് ഗോപി സംസാരിക്കുകയാണ് തത്സമയം. അതുപോലെ തന്നെ തൃശ്ശൂരിലെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുമക്കൾക്ക്, മാധ്യമ പ്രവർത്തകർക്ക്, ക്ഷണിക്കപ്പെട്ടു വന്ന മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അതിഥികൾക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. അധികമൊന്നും ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുവാനില്ല. തലവാചകത്തിൽ തന്നെ പറഞ്ഞു, തൃശ്ശൂരിന് മുമ്പെങ്ങുമില്ലാത്ത ആർജവത്തോടെ ഒരു വികസന മുന്നേറ്റം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിന് നാന്ദി കുറിച്ചിരിക്കുന്നത് പാറമേക്കാവ് ദേവസ്വമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ചടങ്ങ് ഇന്നിവിടെ നടക്കുന്നത്. ഏതാണ്ട് 2019 മുതൽ ഇങ്ങനെ ഒരു സൗധം, ഒരുപക്ഷെ ഇതിനു മുമ്പ് ശ്രീ ബാലകൃഷ്ണ മേനൻ ദാമോദർ ഗ്രൂപ്പിലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദേവസ്വം നിർമ്മിച്ച ഒരു അഗ്രശാല, ആ അഗ്രശാലയുടെ ഒരു സാന്നിധ്യം എത്രമാത്രം വളർന്നു വന്ന തൃശ്ശൂരിൻ്റെ ഒരു പൗരസമൂഹത്തിന് അപര്യാപ്തതകൾ, അതും വളർച്ചയുടെ ഭാഗ്യമാണ്. ആ അപര്യാപ്തതകൾ മുഴുവൻ പരിഹരിച്ചുകൊണ്ട്, അതവിടെ നിലനിർത്തിക്കൊണ്ട്, ബാക്കിയുണ്ടായിരുന്ന 2 സ്ട്രക്ചറുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ സൗധം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉപയോക്താക്കൾ ഏതൊക്കെ വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നുള്ളത് ഇനി കാലം തെളിയിക്കേണ്ടതാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഇത് എത്ര വലിയ അനുഗ്രഹമായി ഈ സ്ഥാപനം നിലകൊള്ളും എന്നുള്ളതും കാലം തെളിയിക്കേണ്ടതാണ്. അത് വളരെ കൃത്യമായി ഒരു അങ്കലാപ്പുകൾക്കും ഒരു വിഷമതകൾക്കും ഒന്നും വഴിതെളിക്കാതെ എല്ലാവർക്കും വലിയൊരു ആശ്രയമായി ഈ സൗധം നിലനിൽക്കണമെന്ന പ്രാർത്ഥനയാണ് ഈ നിമിഷം എൻ്റെ നെഞ്ചകത്തുള്ളത്. വികസനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരുപക്ഷെ വടക്കുംനാഥ് ക്ഷേത്ര മൈതാനത്തെ സംബന്ധിച്ച് കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഹൈക്കോടതിയുടെ ഉത്തരവ്, അതിപ്പോൾ വീണ്ടും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് താക്കീത് കലർന്ന ഉത്തരവിലേക്കൊക്കെ എത്തി നിൽക്കുന്ന അവസ്ഥയിൽ ക്ഷേത്രീയ ആചാര അനുഷ്ഠാനം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കലാപ്രവർത്തനങ്ങൾ, ഇതിൽ നിന്ന് കവിഞ്ഞു വരുന്ന ഒരുപക്ഷെ കലാകാരന്മാരുടെ സമൂഹമായാലും രാഷ്ട്രീയക്കാരുടെ സമൂഹമായാലും അവർക്കൊക്കെ ഒരുപക്ഷെ ഇനി അലഞ്ഞുതിരിഞ്ഞ് നടക്കാതെ ഓടിയെത്താൻ ഒരു വലിയ സൗകര്യം, ആ ആവശ്യങ്ങളുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനൊരു ചെറുപ്പമുണ്ടാവാം. സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. അതിനു മുൻപ് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.